9ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഈ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് ഒരു കത്താണ്, ഒരു എഴുത്താണ്. നമുക്കറിയാം ഇന്ന് കത്തുകൾക്കൊന്നും പ്രസക്തിയില്ല ഫോൺ വന്നതോടെ. പക്ഷെ പണ്ട് ഇത്തരം കത്തുകൾ നമ്മുടെ എഴുത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ അടയാളമായിട്ട് ഉണ്ടായിരുന്നതാണ്. ഇതൊരു കത്താണ്, ഒരു അനുജത്തി ജ്യേഷ്ഠത്തിക്ക് അയക്കുന്ന കത്താണ്. അവർ രണ്ടുപേരും വളരെ പ്രശസ്തരാണ്. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരി, അധ്യാപിക, കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയായ ബി സുജാത ദേവി. അവരുടെ ചേച്ചി എത്രയോ പ്രശസ്തയാണ്, സുഗതകുമാരി ടീച്ചർ, അല്ലേ? പരിസ്ഥിതി കവിയായ സുഗതകുമാരി ടീച്ചർ. അവർക്ക് എഴുതിയ ഒരു കത്താണിത്. അവർക്ക് അതിൽ മൂത്ത ഒരു ജ്യേഷ്ഠത്തി കൂടിയുണ്ട്, ഹൃദയകുമാരി. ഈ 3 പേരും വളരെ പ്രശസ്തരായ ആളുകളാണ്. അവരുടെ അച്ഛൻ ബോധേശ്വരൻ മലയാളത്തിൻ്റെ പ്രിയ കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കളാണ്. ബി സുജാത ദേവി സ്വന്തം ചേച്ചിയായ സുഗതകുമാരിക്ക് എഴുതുന്ന ഒരു ചെറിയ കത്ത് ആണ് നമുക്ക് പഠിക്കാനായി ഉള്ളത്. നമുക്കതിൻ്റെ പേര് തന്നെ കണ്ടില്ലേ, നടക്കും തോറും തെളിയും വഴികൾ എന്നാണ്. നമ്മൾ വഴി കാണാനില്ല, നടക്കുകയാണ്. പക്ഷെ നടന്ന് വരുമ്പോൾ കൂടുതൽ വഴികൾ തെളിഞ്ഞ്, വഴി മുന്നോട്ടുള്ള യാത്ര തെളിഞ്ഞു വരുന്നു എന്നാണ്. നമ്മൾ നടന്നു പോകുന്തോറും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ്. ഈ അനിയത്തി ചേച്ചിയോട് താൻ നടത്തിയ ഹിമാലയ യാത്രയെക്കുറിച്ചാണ് പറയണത്. നമുക്കറിയാം എപ്പോഴും ധാരാളം ആളുകൾ ഹിമാലയൻ യാത്രകൾ നടത്താറുണ്ട്. വളരെ സാഹസികമാണ്, എങ്കിലും വളരെ അത്ഭുതത്തോടെ ആളുകൾ പോകാറുള്ള ഒരിടം ആണത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തമായ പ്രശസ്തമായ പർവ്വത നിരകളാണ് ഹിമാലയ പർവ്വതം. അവിടെയാണ് എവറസ്റ്റ് ഉള്ളത്. ഇനിയും മനുഷ്യൻ്റെ കാൽപ്പാടുകൾ ചെന്നെത്താത്ത ഇരുണ്ട സ്ഥലങ്ങൾ ധാരാളമുണ്ട് എന്നാണ്. സഫാരി ചാനലിലൊക്കെ ഹിമാലയത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. നിങ്ങൾക്ക് സമയമൊക്കെയുള്ളപ്പോൾ അത് കേൾക്കുകയാണെങ്കിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങൾക്ക്. അവിടെ പോയൊരനുഭവം നമുക്ക് തരുന്ന ഒന്നായിരിക്കും. ഈ യാത്ര എഴുത്തുകാരിക്ക് ധാരാളം കാര്യങ്ങൾ സമ്മാനിച്ചു എന്നാണ്. ജീവിതത്തിലെ പ്രാക്ടിക്കലായ കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. കത്തിൻ്റെ മാതൃക നോക്കുക. കത്തെഴുതാനൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇതിൽ ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് സ്ഥലം എഴുതണം, പിന്നെ തീയതി വേണം, നിങ്ങളുടെ സ്ഥലം, തീയതി, പിന്നെ ഒരു സംബോധനയുണ്ട് കേട്ടോ, പ്രിയപ്പെട്ട ചേച്ചി. ഇത് ഒഫീഷ്യലല്ല, അല്ലേ? ഒരു സാധാരണ കത്താണ്. ഒഫീഷ്യൽ ലെറ്ററാണെങ്കിൽ നമുക്കറിയാമല്ലേ, ഫ്രം ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതാറ്. സാധാരണ കത്താണ്, അതുകൊണ്ടാണ്. എത്ര നാളായി ഞാനിങ്ങ് പോന്നിട്ട്? 2 മാസം. ഇത്ര നാൾ തനിച്ച് വീട്ടിൽ നിന്നും മാറി നിന്നിട്ടേയില്ല. 2 മാസമാണ് യാത്ര. ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു. അതൊരു ശൈലിയായിട്ടാണ് അവിടെ പറയണത് കേട്ടോ. ശൈലി എന്താണെന്ന് നമുക്കറിയാലോ, അല്ലേ? മനോഹരമായ ചില പദസമ്പത്താണ് ശൈലി. ധാരാളം ആശയങ്ങളുള്ള വാക്കുകളാണ് ശൈലികൾ. ഹിമാലയൻ യാത്രയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസം നിറഞ്ഞ യാത്രയായിരുന്നു. ഹിമാലയൻ യാത്ര, അതൊരു ഹിമാലയൻ യാത്ര എന്ന് നമ്മൾ പറയണത് ഹിമാലയത്തിൽ പോകുന്ന യാത്ര മാത്രമല്ല, ജീവിതത്തിലെ കുറച്ച് ദൈർഘ്യമുള്ള അല്ലെങ്കിൽ കുറച്ച് സങ്കീർണമായ പ്രതിസന്ധികളുള്ള കാര്യങ്ങളെയൊക്കെ നമ്മളതൊരു വലിയ ഹിമാലയൻ യാത്രയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹിമാലയൻ സംഭവമാണെന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. നമ്മൾ വിചാരിച്ചതിലും വലിയൊരു കാര്യമാണ്. ഇവിടെ എഴുത്തുകാരി പറയുന്നു എല്ലാ അർത്ഥത്തിൽ, അക്ഷരാർത്ഥത്തിൽ ഹിമാലയൻ യാത്രയായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഹിമാലയ പർവ്വതത്തിലേക്കാണ് പോയത്. അതും ശരിയാണ്. അവരുടെ ജീവിതത്തിൽ വളരെ സങ്കീർണമായ അല്ലെങ്കിൽ രസകരമായ പല കാര്യങ്ങളും പഠിച്ച ഒരു യാത്ര കൂടിയായിരുന്നു. 2 അർത്ഥത്തിലാണ് അത് ഹിമാലയൻ യാത്ര എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. 1 യഥാർത്ഥ അർത്ഥം, ഹിമാലയത്തിൽ പോയി. 2 അവരുടെ ജീവിതത്തിലെ ഒരു വലിയ യാത്ര എന്നൊരർത്ഥം കൂടി ഉണ്ട്. 12 വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്ന് നേടുന്നതിൽ എത്രയോ അധികം അനുഭവ പാഠങ്ങൾ 2 മാസത്തെ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചു. 12 വർഷം പഠിച്ച സാധാരണ ജീവിതത്തിൽ ജീവിച്ചപ്പോൾ പഠിച്ചതിലധികം കാര്യങ്ങൾ 2 കൊല്ലം കൊണ്ട് പഠിച്ചു. 2 മാസം കൊണ്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ദിവസേനയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും പഠിക്കുന്നുണ്ട്, സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി ധാരാളം കാര്യങ്ങൾ ഈ കൊച്ചു യാത്രയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കൊച്ചു യാത്ര എന്ന് ഞാൻ പറഞ്ഞത് ആ ദൈർഘ്യം നോക്കിയിട്ടാണ്. 2 മാസത്തെ യാത്ര. ജീവിതത്തിൻ്റെ എത്ര മുഖങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. എന്താണ് ജീവിതം സന്തോഷം നിറഞ്ഞത് മാത്രമാണോ? അല്ല, സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, ഭയമുണ്ട്. എല്ലാം എനിക്കത് പഠിപ്പിച്ചു തന്നു. ഇക്കോളജി പരിസ്ഥിതി പഠനത്തെക്കാളും സോഷ്യോളജിയെക്കാളും സാമൂഹിക പഠനത്തെക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചത്. ജീവിത പാഠങ്ങൾ, അനുഭവ പാഠങ്ങൾ,
അല്ലേ? നമ്മൾ വായിച്ചറിയുന്നതോ അതിനേക്കാൾ എത്രയോ വലുതാണ് നമ്മൾ അനുഭവിച്ചറിയുക. അപ്പോൾ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് കരുണയെക്കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്, വായിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒന്നാം തരം പാഠങ്ങളായി മാറുന്നു. എന്തൊക്കെയാണ് അവർ പഠിച്ചത്? വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. അവരതിനു മുമ്പ് അതൊന്നും ചെയ്തിരുന്നില്ല. പെട്ടിക്കടകളിൽ നിന്ന് ഭക്ഷണം, ഇന്ന് അതൊക്കെ സർവ്വസാധാരണമാണ് അല്ലേ? പീടികത്തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങുക, രാത്രി ഉറങ്ങുക. ഒരു വീട്ടിലൊക്കെ ജീവിച്ചിരുന്നപ്പോൾ അതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. അപരിചിതരുടെ സൈക്കിളിൻ്റെ പിന്നിലും ലോറിയിലുമൊക്കെയായി കയറി യാത്ര ചെയ്യുക. ഒരു പരിചയമില്ലാത്തവരുടെ സൈക്കിളിൻ്റെ പുറകിലും ലോറിയിലും ഒക്കെ യാത്ര ചെയ്യുന്നു. റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് തൽക്കാലം പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോവുക. രോഗങ്ങളെ ചെറുക്കുക. അസുഖങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്, അസുഖങ്ങൾ വരുമ്പോൾ ആശുപത്രികളോ ഡോക്ടർമാരോ ഒന്നുമില്ലെങ്കിലും സ്വയം അതിനെ പ്രതിരോധിക്കുക. സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ എന്നാണ് അല്ലേ? മറ്റാരെയും ഏൽപ്പിക്കാനില്ല. വീട്ടിലാണെങ്കിൽ അച്ഛനോട് പറയാം, അമ്മയോട് പറയാം, ചേച്ചിമാരോട് പറയും. അതൊന്നുമില്ല. എന്താണോ പറയണത് തനിയെ നേരിടണം. മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ. പലതരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. മര്യാദക്കാരോടും മര്യാദ ഇല്ലാത്തവരോടും എങ്ങനെ പെരുമാറണം എന്ന് പഠിച്ചു. സ്വയം സൂക്ഷിക്കാൻ അല്ലേ? പെൺകുട്ടിയാണ്, അപകടങ്ങളില്ലാതെ സ്വയം രക്ഷിക്കാൻ, തനിച്ചിരിക്കാൻ, ആരുടെയും കൂട്ടില്ലാതെ ഒറ്റയ്ക്കിരിക്കാൻ. പോരെ, മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ? ഇതുവരെ ജീവിച്ച 12 വർഷത്തെ ജീവിതത്തിനപ്പുറം ഇത്രയും കാര്യങ്ങൾ പോരെ? ഞാൻ വേറൊരാളായിപ്പോയി. ഒക്കെ പ്രായോഗിക ജീവിത പാഠങ്ങൾ. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞാൻ പഠിച്ചു. പുസ്തകത്തിലൂടെയല്ല, പേജുകളിലൂടെയല്ല, യഥാർത്ഥ പരുക്കൻ ജീവിതത്തിലൂടെ നടന്നു തന്നെ ഞാൻ പഠിച്ചു. കാട്ടിനുള്ളിലെ ജീവിതത്തിൻ്റെ താളം ഒന്ന് വേറെ. കാട്ടിനകത്ത് ചെല്ലുമ്പോൾ പർവ്വതനിരകളാണ്. അവിടെ ചെല്ലുമ്പോൾ ആ ജീവിത രീതികൾ നമ്മളിവിടെ കാണുന്നത് പോലെ അല്ല. അത് സുഖകരമായ അനുഭൂതിയാണ്. അതെനിക്ക് വളരെ സന്തോഷം പകർന്നു. അനുഭൂതി, നല്ല അനുഭവങ്ങളാണ്. കാടും മലയും പുഴയും തന്നതൊക്കെ പറയാൻ എനിക്ക് വാക്കില്ല. അത് എനിക്ക് തന്ന അനുഭൂതികൾ എനിക്ക് വിവരിക്കാൻ പറ്റില്ല. അത് വാക്കിനും അപ്പുറത്താണ്. ആ ഐന്ദ്രിയാനുഭൂതികൾ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭൂതികൾ അല്ലേ? മൂക്ക്, കണ്ണ്, ചെവി, നാവ്, ത്വക്ക്, ഇതിലൂടെയൊക്കെ നമ്മൾ അറിയുന്ന, തൊട്ടറിയുന്ന, കേട്ടറിയുന്ന, കണ്ടറിയുന്ന ഒക്കെ പല കാര്യങ്ങളുണ്ട്. എൻ്റെ ഇന്ദ്രിയങ്ങളെ ധന്യമാക്കിയ അനുഭൂതികളെക്കുറിച്ച് പറയാൻ എനിക്ക് സാധിക്കില്ല. അത് ഉള്ളിൽ നിന്ന് വിങ്ങുന്നുണ്ട്. എന്നെങ്കിലും ഇറ്റ് കവിതയായെങ്കിൽ ഞാൻ ധന്യയായി എന്നാണ്. എന്തെങ്കിലും എനിക്കത് കവിതയായി എഴുതാൻ കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ധന്യമായി. അത്രയ്ക്കും സുന്ദരമായ അനുഭവങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഈ യാത്രയിൽ നിന്ന് കിട്ടിയത് തിളച്ചും അറിയുന്നുണ്ട്. അതൊരു കവിതയായി എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റേതായി മാറി. മറ്റുള്ളവരുമായിട്ട് ഇടപഴകി അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഞാൻ അനുഭവിച്ചു, എനിക്കും അനുഭവപ്പെട്ടു. അങ്ങനെയാണല്ലോ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ ജീവിതം നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുമ്പോൾ നമ്മളറിയാതെ അതിൽ പങ്കുകാരാണ്. നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കാറുണ്ട്, ടച്ചിങ് ആവാറുണ്ട്. കണ്ണീരും നോവും ചിരിയും കലർന്ന കഥകൾ എന്നെ സാഡർ ആൻഡ് വൈസറാക്കുമോ എന്നറിഞ്ഞില്ല. അവരുടെ ജീവിതങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒരു കുട്ടി 1.5 വയസ്സായ ഒരു ചെറിയ ആൺകുട്ടി അല്ലേ, 2 കൈകളിലും തല്ലി ഒടിച്ച്. എത്ര ഭയങ്കരമായൊരു കാഴ്ച. പക്ഷേ അത് എത്രയോ പേരാണ് ആ നോവ് ഹൃദയത്തിലേറ്റിയത്. എത്ര പേരാണ് അതിൽ വ്യസനിച്ചത്. എത്ര അമ്മമാരുടെ ഹൃദയം നുറുങ്ങിയത്. കാരണം എന്താ, ഏതോ ഒരു കുട്ടി എവിടെയോ നടന്ന കാര്യം അങ്ങനെ ആർക്കും ഒഴിവാക്കാനാവില്ല. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നാം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. ഈ നല്ല മനസ്സുള്ള ഈ എഴുത്തുകാരിയും അങ്ങനെയാണ് ചെയ്തത്. കണ്ണീരുണ്ട്, നോവുണ്ട്, ചിരിയുണ്ട്. എന്നെ സാഡർ ആൻഡ് വൈസർ എന്ന് പറഞ്ഞാൽ എന്താ, ബുദ്ധിയുള്ളതും അതായത് ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ പലതും പഠിക്കും. ദുഃഖങ്ങളിലൂടെ പലതും പഠിക്കും, സന്തോഷത്തിലൂടെ നമ്മൾ പലതും പഠിക്കും. അങ്ങനെ ഒരാളാക്കി എന്നെ മാറ്റിയോ എന്ന്, എന്നെ ഒരു തത്വചിന്തകയാക്കി മാറ്റിയോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നിധി കുംഭങ്ങളാണ് ഹിമാലയം. നിധി ഉള്ള സ്ഥലമാണ്. ആരും കാണാത്ത നിധി ശേഖരിച്ച് വെച്ചിട്ടുള്ള. പണ്ടൊക്കെ ഈ നിധി കുംഭങ്ങളിലൊക്കെ അടച്ച് സൂക്ഷിച്ച് മാറ്റി വയ്ക്കാറുണ്ട്. മണ്ണിനടിയിലൊക്കെ കുഴിച്ചിടാറുണ്ട്. ഈ സ്വർണ്ണമൊക്കെ ആളുകൾ സൂക്ഷിക്കുന്നത് പോലെ അല്ലേ, തലമുറകൾ. ഇപ്പോഴല്ലേ ചില സ്ഥലമൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ നിധി കുംഭങ്ങൾ കിട്ടുന്നതാണ്. ഇതതുപോലെയുള്ള നിധി കുംഭങ്ങളാണ്. ഹിമാലയത്തിൽ മുഴുവൻ ആരും കാണാത്ത നിധിയുണ്ട്. അതൊക്കെ എന്നെ ധന്യയാക്കി. ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഞാൻ യാത്ര പോകും. യാത്രയോടുള്ള എൻ്റെ ആസക്തി കൂടിയിരിക്കുന്നു. യാത്രകൾ എത്ര മനോഹരമാണ് അല്ലേ. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ താമസിക്കുന്ന ഒരു ഇത്തിരി സ്ഥലത്ത് മാത്രമല്ല, ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്.
അറിവിൻ്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു. എനിക്ക് കിട്ടിയ ഈ അനുഭൂതി, നേരത്തെ പറഞ്ഞല്ലോ ഐന്ദ്രിയ അനുഭൂതി, അതെനിക്ക് കെട്ടി നിർത്താനാവില്ല. അത് ഞാൻ തുറന്നു വിടും. ഇനിയും ഇനിയും പോകും. അവ ഞാൻ എഴുതും എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ, ഇത് എത്തേണ്ടയിടത്ത് ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാപ്രവാഹമായി അലിഞ്ഞെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ. ഗംഗയും അവിടെയാണ് കേട്ടോ, ഹിമാലയ പർവ്വതത്തിൽ കൈലാസത്തിലൊക്കെയാണ്. എന്താ പറഞ്ഞത് അവർ? ഇതിൻ്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ, ഇത് എത്തേണ്ടയിടത്ത് ചെന്നെത്താൻ എന്ന് പറഞ്ഞാൽ ഈ യാത്രകൾ പകരാൻ, ഈ യാത്രകൾ മറ്റു യാത്രകൾക്കുള്ള തുടക്കമാകണം. ഈ യാത്രകൾ എനിക്ക് എഴുത്തിലേക്ക് പകർത്താനാവണം. ഈ യാത്ര എന്നെ അടിമുടി മാറ്റണം. അത്രയ്ക്കും സുന്ദരമായ അനുഭൂതികളാണ്, സുന്ദരമായ വികാരങ്ങളാണ് എൻ്റെ ഹൃദയം അനുഭവിച്ചത്. വല്ലാത്തൊരു ആനന്ദത്തിലായിരുന്നു ഞാൻ 2 മാസം. ഇതെനിക്ക് പകർത്തണം, ഇതെനിക്ക് പകരണം, പലതിലേക്കും തുടങ്ങണം. അതിന് അപ്രമേയമായയുടെ കാരുണ്യം, അളക്കാനാവാത്ത കാരുണ്യം എന്നെ ശക്തയാക്കട്ടെ. ഗംഗാപ്രവാഹമായ ഗംഗാനദി പോലെ എന്നിൽ ഒഴുകിയെത്തി, ഈശ്വരാനുഗ്രഹം എന്നിൽ ഒഴുകിയെത്തി. ഗംഗയിൽ നിന്ന്, ശിവൻ്റെ ജടയിൽ നിന്ന് ഒഴുകുന്ന ഗംഗയെ പോലെ ആ കാരുണ്യത്തിൽ നിന്ന് ഗംഗാപ്രവാഹമായി എൻ്റെ ഈ അനുഭൂതി എന്നിലെത്തി എന്നെ ധന്യയാക്കട്ടെ എന്നാണ്. ഈ യാത്ര എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ തെളിച്ചമാകട്ടെ, അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. വേഗം നാട്ടിലെത്താം, വീട്ടിലെത്താൻ തിരക്കായി. സ്വന്തം അനിയത്തി. അതാണ് ഈ കത്ത്. ഇവർ നടത്തുന്നത് വെറും ഒരു യാത്രയല്ല, അല്ലെ, അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ഒരു യാത്രയാണ്. ആ യാത്ര കൊണ്ട് അവരെന്തൊക്കെ ആഗ്രഹിക്കണു, എന്തെല്ലാം പഠിച്ചു. അവർ ജീവിക്കാൻ പഠിച്ചു, എല്ലാ മനുഷ്യരെയും മനസ്സിലാക്കാൻ പഠിച്ചു, സാധാരണക്കാരുടെ ജീവിതം തൊട്ടറിഞ്ഞു, എന്താണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കി. 1. 2, അവർ പറയണു 12 കൊല്ലം ജീവിച്ചതിനേക്കാൾ കൂടുതൽ യാത്രയിലൂടെ പഠിച്ചു എന്നാണ്. രണ്ടാമത്തെ കാര്യം, ആ യാത്ര അവർക്ക് നൽകിയ സന്തോഷം, അവരുടെ ഏറ്റവും വലിയ സന്തോഷം, സാത്വികമായ അനുഭൂതികൾ, മനോഹരമായ നവ്യ അനുഭൂതികൾ അവരുടെ ഹൃദയത്തിലുണ്ടായി. അവർക്ക് വല്ലാത്ത ആനന്ദം, ദൈവികമായ ആനന്ദം കിട്ടി. പിന്നെ അവർ പറയുന്നു ഇതൊക്കെ എനിക്ക് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? ഈ യാത്ര അവസാനിക്കാതെ ഈ ഒരു യാത്ര ഇനിയുള്ള യാത്രകൾക്ക് തുടക്കമാകട്ടെ എന്ന് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നു. അപ്പോൾ യാത്രകൾ എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നത്? നമ്മളൊക്കെ ഒരു സ്ഥലത്ത് പോയി അവിടെയൊക്കെ കണ്ടു തിരിച്ചു പോരുന്നു, അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഫാരി ചാനൽ കേട്ടോ, നിങ്ങളതൊക്കെ ഒന്ന് കാണണം. അതിനകത്ത് അദ്ദേഹം സഞ്ചരിച്ച യാത്രകളെ വളരെ മനോഹരമായിട്ട് അതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ യാത്രികൻ SK പൊറ്റക്കാടാണ്. അദ്ദേഹത്തിൻ്റെ യാത്രകളും നിങ്ങൾക്കിനി തുടർന്ന് പഠിക്കാനുള്ള പാഠവും അതാണ്. അതിലേക്കുള്ളൊരു തുടക്കമാണ് ഈ ഒരു ഹിമാലയൻ യാത്ര. ആ യാത്ര ആ എഴുത്തുകാരിക്ക് നൽകിയ ആനന്ദം, അവരതിൽ നിന്ന് ലഭിച്ച ജീവിത പാഠങ്ങൾ, അവരുടെ ജീവിതത്തിൽ അത് ചെലുത്തുന്ന ശക്തമായ സ്വാധീനം. ഒരു നിസ്സാരമായൊരു യാത്ര ഒരാളുടെ ജീവിതത്തെ എത്രയേൽ സ്വാധീനിക്കുന്നു, എത്രമേൽ മാറ്റിമറിക്കുന്നു എന്നാണ് ഈ പ്രവേശകം നമ്മളോട് പറയുന്നത്. ഒരു ചോദ്യമാണ് ഇതിലുള്ളത്. യാത്രകൾ എന്തിനെല്ലാം? യാത്രിക നേടിയ അനുഭവ പാഠങ്ങൾ കണ്ടെത്തുക. എന്തൊക്കെയാണ് അവർ പഠിച്ചത്? ഒരു സ്ഥലത്ത് പോയി ഹിമാലയ പർവ്വത നിരകൾ സന്ദർശിച്ച് മടങ്ങി വന്ന പക്ഷെ അവരെന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ നിന്നകന്ന് ഒറ്റയ്ക്ക് പോയി എന്തെല്ലാം പഠിച്ചു മറ്റുള്ളവരെ മനസ്സിലാക്കാനും. അതിനകത്ത് പറയുന്നത് കൃത്യമായിട്ട് അതിൻ്റെ സൂചനകളുണ്ട്. പ്രാക്ടിക്കലായിട്ട് ഒത്തിരി കാര്യങ്ങൾ അവർ പഠിച്ചു. പെട്ടിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ, പീടികത്തണ്ണയിലും ചായക്കടയിലും അന്തിയുറങ്ങാൻ, അപരിചിതരുടെ സൈക്കിളിൻ്റെ പിന്നിലും ലോറിയിലുമായി യാത്ര ചെയ്യാൻ, റിസർവേഷനില്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ, രോഗങ്ങളെ ചെറുക്കാൻ, സ്വന്തം ഭാരം ചുമക്കാൻ, മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ, സ്വയം സൂക്ഷിക്കാൻ, തനിച്ചിരിക്കാൻ, ഇത്രയൊക്കെ പഠിച്ചു. ജീവിതം കൊണ്ട്, ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് പഠിക്കാത്തതൊക്കെ ഈ ഒരൊറ്റ യാത്ര കൊണ്ട് പഠിച്ചു. അതുകൊണ്ടാണ് ഹിമാലയൻ യാത്രയായിരുന്നു എന്ന് 2 അർത്ഥത്തിൽ അവർ ഉപയോഗിച്ചത്. പിന്നെ ഒന്ന്, അവരുടെ ഇന്ദ്രിയാനുഭൂതി, യാത്ര അവർക്ക് നൽകിയ ഇന്ദ്രിയാനുഭൂതികളും വളരെ വലുതായിരുന്നു. അവരുടെ ജീവിതത്തെ ധന്യമാക്കിയ, ശുദ്ധമാക്കിയ ഒരു യാത്രയായിരുന്നു അതുകൊണ്ട് തന്നെ ആ യാത്ര തുടരണമെന്നും ആ യാത്ര പകരണമെന്നും അവർ ആഗ്രഹിക്കുന്നു.